സാഖ്യദർശനത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചുരുക്കി പറയാം. പ്രപഞ്ച സൃഷ്ടി 25 തത്വങ്ങൾ അടങ്ങിയതാണ് സാഖ്യദർശനം. അത് ശുദ്ധബോധമായ പുരുഷ സങ്കല്പമാണ്. 1 പുരുഷ സങ്കല്പം. 2 പ്രകൃതിയാണ്. പ്രകൃതി, ആ പ്രകൃതി നിശ്ചലമായിരുന്നു. കാരണം അത് സത്വഗുണങ്ങൾ, സത്വ രജോ തമോ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എല്ലാറ്റിലുമുണ്ട്. ഈ ത്രിഗുണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് നാം ഓരോരുത്തരുടെയും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ പ്രകൃതിയിലും ത്രിഗുണാത്മികയായ പ്രകൃതി. പക്ഷെ ഒന്ന് സംഭവിച്ചിരുന്നത്, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യമായിരുന്നു. ആദിയിൽ അത് ഇക്വിലിബ്രിയത്തിലായിരുന്നു. തുല്യമായതുകൊണ്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. പുരുഷ സാന്നിധ്യം കൊണ്ട് പ്രകൃതിക്ക് ചലനം സംഭവിച്ചു. ത്രിഗുണങ്ങളിൽ വ്യത്യാസം സംഭവിച്ചപ്പോൾ പ്രകൃതി സൃഷ്ടികർമ്മം ആരംഭിച്ചു. ആദ്യമുണ്ടായ സൃഷ്ടി മഹത്തത്വം എന്ന ബുദ്ധിയായിരുന്നു. മഹത്തത്വം. മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരമുണ്ടായി. അഹങ്കാരത്തിൽ നിന്നും, അതായത് അഹങ്കാരത്തിൻ്റെ സത്വഗുണത്തിൽ നിന്ന് മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും, ഇങ്ങനെ 11 ഇന്ദ്രിയങ്ങൾ, ഏകാദശേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഈ 11 ഇന്ദ്രിയങ്ങളുണ്ടായി. മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ അഹങ്കാരത്തിൻ്റെ സത്വഗുണത്തിൽ നിന്നും. അഹങ്കാരത്തിൻ്റെ തമോ ഗുണത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ പഞ്ചതന്മാത്രകളും പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, ശബ്ദത്തിൽ നിന്ന് ആകാശം, സ്പർശത്തിൽ നിന്ന് വായു, രൂപത്തിൽ നിന്ന് അഗ്നി, ജലത്തിൽ നിന്ന് രസം, പൃഥ്വിയിൽ നിന്ന് ഗന്ധം, ഇങ്ങനെ പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ഈ 25 തത്വങ്ങളാണ് സൃഷ്ടിക്കാധാരം. ഈ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചീകരണം സംഭവിച്ച്, ഇത് വേദാന്തമാണ്, സാങ്ക്യത്തിൽ നിന്ന് വിട്ട് വേദാന്തവും കൂടിയാണ് പറയുന്നത്. പഞ്ചീകരണം സംഭവിച്ച് സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങൾക്ക് സ്ഥൂല പഞ്ചഭൂതങ്ങളായി പരിവർത്തനം സംഭവിച്ചു. സൂക്ഷ്മ പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചീകരണം സംഭവിച്ച് സ്ഥൂല പഞ്ചഭൂതം ഉണ്ടായി. അതായത് ആകാശതത്വത്തെ 2 ഭാഗങ്ങളായി തിരിച്ചു. 50% ശുദ്ധ സൂക്ഷ്മ ആകാശഭൂതവും 50% 4ആയി ഭാഗിച്ച് ബാക്കിയുള്ള വായു, അഗ്നി, ജലം, ഭൂമി 4 എണ്ണത്തിന് ഓരോ ഭാഗം കൊടുത്തു. ഒരു കേക്ക് 2ആയി മുറിച്ചു. ആ പകുതി ഭാഗം 4ആയി മുറിച്ച് 4 പേർക്ക് കൊടുക്കുന്ന പോലെ 4 ഭൂതങ്ങൾക്ക് കൊടുത്തു. ഓരോ ഭൂതങ്ങളും അവരുടെ പകുതി 4ആയി ഭാഗിച്ച് മറ്റ് 4 പേർക്കും കൊടുത്തു. അങ്ങനെ ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും തങ്ങളുടെ പകുതി വീതം മറ്റ് 4 പേർക്കും പകുത്തു കൊടുത്തപ്പോൾ ഓരോ ഭൂതത്തിനും തൻ്റെ ഭൂതത്തിൻ്റെ പകുതി 50%വും ബാക്കി 4 ഭൂതങ്ങൾ ചേർന്ന് 50%മായി. അങ്ങനെ അത് സ്ഥൂല പഞ്ചഭൂതമാകുന്നു. ഈ സ്ഥൂല പഞ്ചഭൂതങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങളിൽ സംയോജിച്ചാണ് ഈ കാണുന്ന സമഷ്ടി മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇത് മനുഷ്യ ശരീരം ഉൾപ്പെടെ, മനുഷ്യൻ എന്നത് വ്യഷ്ടി ഒരു ഭാഗം മാത്രമാണ് സമഷ്ടിയുടെ. സമഷ്ടി എന്ന വിരാടിൻ്റെ ഒരു ഭാഗമാണ് വ്യഷ്ടി എന്ന ഈ ജീവൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ശരീരം, മനസ്സ്, ജീവൻ, ആത്മ. അതിൽ ശരീരവും മനസ്സും നമുക്ക് അറിയാം. ജീവൻ എന്നത് സമഷ്ടിയുടെ ഒരു ഭാഗം മാത്രം. അപ്പോൾ സമഷ്ടി എന്നാൽ ഈ എല്ലാ ജീവനുകളും ഒരുമിച്ച് ചേർന്നതാണ് സമഷ്ടി പ്രപഞ്ചം. അതിനെയാണ് വിരാട് രൂപം, വിരാട് പുരുഷൻ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? വേദങ്ങളെടുത്ത ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലാണ് സൃഷ്ടിപ്രക്രിയ പറയുന്നത്. അതിൽ പുരുഷ സൂക്തം, അദ്ദേഹമൊക്കെ പുരുഷ സൂക്തം നിത്യവും ചൊല്ലുന്ന ആളാണ് അല്ലേ? പുരുഷ സൂക്തം, അതായത് പുരുഷൻ്റെ
ഈശ്വരൻ്റെ വിരാട് വർണ്ണനയാണത്. എല്ലാം ചേർന്ന സമഷ്ടി രൂപം. നാമൊക്കെ അതിൻ്റെ അംശങ്ങളായ ജീവന്മാരാണ്. ഈ ജീവനാണ് ആത്മാ. ഇനി പലരുടെയും മനസ്സിലുള്ള ഒരു സംശയം കൂടെ തീർക്കാം. ജീവാത്മാവും ആത്മാവും ഒന്നാണോ? അദ്വൈതികൾ എല്ലാം ഒന്നായിട്ട് കാണും, ബ്രഹ്മം മാത്രം. ദ്വൈതികൾ വേറെ അല്ലാതെ കാണും, വിശിഷ്ടാദ്വൈതികൾ വേറെ കാണും. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത ആചാര്യനാണ്. അദ്വൈതത്തെ പുനഃസ്ഥാപിച്ച ആളാണ്. നേരത്തെ ഉണ്ട് അദ്വൈതം, അത് നഷ്ടപ്പെട്ടപ്പോൾ പുനഃസ്ഥാപിച്ച ആളാണ് ശങ്കരാചാര്യസ്വാമികൾ. എന്നാൽ രാമാനുജാചാര്യരുണ്ട്. തൃച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. ഇന്നും ആ ശരീരം നശിപ്പിച്ചിട്ടില്ല. പോയിട്ടുണ്ടോ തൃച്ചിയിൽ? പോകണം എല്ലാവരും. ശ്രീരംഗം കേട്ടിട്ടുണ്ടോ? അനന്തശയനത്തിലെ പത്മനാഭനാണ്. അറിയോ? ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 10 മടങ്ങ് വലുതാണ് തൃച്ചിയിലെ അനന്തശയനം. ആ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഈ വിശിഷ്ടാദ്വൈതിയായ രാമാനുജാചാര്യരുടെ സമാധിയുണ്ട്. ആ ശരീരം ഇന്നും നശിച്ചിട്ടില്ല. 11-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം സമാധിയായത്. അപ്പോൾ അദ്ദേഹമുണ്ട്. അദ്ദേഹം വിശിഷ്ടാദ്വൈതിയാണ്. മാധ്വാചാര്യരുണ്ട്, ദ്വൈതിയാണ്. രണ്ടുണ്ട്. രണ്ടും ശരിയാകാം. ഇപ്പോൾ പറഞ്ഞത് അത് വിശിഷ്ടാദ്വൈതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ആത്യന്തികമായി ഒരു അദ്വൈതി എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഏഹം സത്ത് വിപ്രാബഹിതാവതന്തി. ഏഹം, സത്യം ഒന്നേ ഉള്ളൂ. ബ്രഹ്മം, ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ഒന്നിലേക്ക് ലയിക്കുന്നതാണ്, ഒന്നായി തീരുന്നതാണ് മോക്ഷം എന്ന് കേട്ടിട്ടില്ലേ? ജീവാത്മാ പരമാത്മാ ലയം എന്ന് കേട്ടിട്ടില്ലേ? ജീവാത്മാ, ആത്മാ, പരമാത്മാ സത്യമാണ്. ആർക്ക്? ഈ വ്യാവഹാരിക ലോകത്ത് ജീവിക്കുന്നവർക്ക്, പാരമാർത്ഥികൾക്കല്ല. നമുക്ക് 3 സത്യമുണ്ട്. ഒന്ന് പാരമാർത്ഥിക സത്യം, ആത്യന്തികമായി അതേ ഉള്ളൂ. ബ്രഹ്മത്തിൻ്റെ മായയാൽ പലതും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് തോന്നുന്നതിൽ ജീവാത്മാവുണ്ട്, ആത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ഇവിടെ അതിനെ കർത്താവ്, ഭോക്താവ്, സാക്ഷി ഇങ്ങനെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. കർത്താവെന്നാൽ ഈ ശരീരമാണ്, ജഡവസ്തുവാണ്. ഈ കാണുന്നതെല്ലാം മായയാണ് എന്ന് പറയുന്നില്ലേ? ഈ അല്ല, അതെ 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 അതാണ്. പക്ഷേ ഈ ജീവാത്മാവെന്ന് പറയുന്നതും മായയാണ്. അതെങ്ങനെയെന്നാൽ ജഡമായ ഈ ശരീരത്തിൽ ജീവാത്മാവുമുണ്ട്, ആത്മാവുമുണ്ട്. വിശ്വം നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ടാണ് മരണാനന്തരം മരിക്കുമ്പോൾ, ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആത്മാ മരിക്കുന്നില്ല. ഈ ശരീരമാണ് നശിക്കുന്നത്. ഈ ശരീരം നശിക്കുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് കഠോപനിഷത്തിൽ നചികേതസ് 5-ാം വയസ്സിൽ യമധർമ്മനോട് ചോദിക്കുന്ന ചോദ്യം, മരണാനന്തരം എന്ത്? കേട്ടിട്ടില്ലേ കഠോപനിഷത്തിൽ? അതിൻ്റെ ഉത്തരം അത് ദേവന്മാർക്ക് പോലും അറിയില്ല. അത് പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. അറിയാത്തതല്ല. യമരാജൻ ധർമ്മരാജനാണ്. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അവൻ മാറും. അതിനു വേണ്ടി മാത്രമാണ്. ഇവിടെ ഈ ശരീരം വിടുമ്പോൾ ഈ ശരീരം ചെയ്ത കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, കർമ്മഫലം, ആ കർമ്മഫലത്തിൽ നിന്നുമുണ്ടാകുന്ന വാസനകളിൽ നിന്ന് വീണ്ടും കർമ്മമുണ്ടാകും. കർമ്മത്തിൽ നിന്ന് ഫലമുണ്ടാവും. ആ കർമ്മഫലത്തിൽ നിന്നൊരു സംസ്കാരമുണ്ടാകും. ആ സംസ്കാരത്തിൽ നിന്ന് വീണ്ടും വാസനയുണ്ടാവും. ആ വാസനയിൽ നിന്ന് വീണ്ടും കർമ്മമുണ്ടാവും. കർമ്മഫലം ഉണ്ടാവും. കർമ്മഫലത്തിൽ നിന്ന് സംസ്കാരമുണ്ടാവും. സംസ്കാരത്തിൽ നിന്ന് വാസന. ഇങ്ങനെ ഈ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ദുഷ്ടത്തരം കാണിക്കുന്നവരെയും അവരിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവരിൽ കർമ്മങ്ങൾ മാറ്റിക്കൊടുക്കുക. സാധനകളിലൂടെ അവരിൽ കർമ്മഫലം, വേറെ കർമ്മഫലവും അതിൽ നിന്ന് കർമ്മ വാസനകളും ഉണ്ടായി വരും. അങ്ങനെയാണ് പരിവർത്തനം വരുന്നത്. ഈ ജന്മത്ത് ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ
അതിൻ്റെ ഫലം ഏത് തരത്തിൽ? മുഴുവൻ നമുക്ക് കർമ്മങ്ങളെ ഫലം മൂന്നായിട്ട് തിരിക്കും. പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ എല്ലാം ഫലം സഞ്ചിതം എന്ന് പറയും. അതിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത്, ബാക്കി അവിടെ ഇരിപ്പുണ്ട്, ബാക്കി എടുത്ത് അത് അനുഭവിക്കാൻ അനുയോജ്യമായ ഒരു ശരീരത്തെ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശരീരമാണ് ആ എടുത്തുകൊണ്ട് വന്ന പ്രാരബ്ധം എന്നാണ് അതിന് പറയുന്നത്. പ്രാരബ്ധം. ഈ പ്രാരബ്ധം അനുഭവിക്കാനാണ് ഈ ശരീരം കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ശരീരം? പ്രാരബ്ധം അനുഭവിക്കാനാണ്. അതോടൊപ്പം സത്കർമ്മങ്ങൾ ചെയ്യുക, പുതിയ പാപങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ചെയ്യുന്ന കർമ്മങ്ങൾ പാപമായാലും പുണ്യമായാലും ചെയ്യുന്നതിൻ്റെ ഫലത്തെ ആഗാമിക കർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാരബ്ധം ആഗാമികം, അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ഡിപ്പോസിറ്റ് സഞ്ചിതം. അപ്പോൾ നമ്മൾ ഈ ശരീരം വിടുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം നശിപ്പിക്കുന്നു, നമ്മൾ ഭസ്മാന്തം ദഹിപ്പിക്കുന്നു. ഈ ഇതിലെ സൂക്ഷ്മ ശരീരങ്ങൾ അത് ജീവനോടൊപ്പം, ജീവാത്മാവിനോടൊപ്പം, ജീവാത്മാവാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ഈ ശരീരമല്ല. ജീവാത്മാവാണ്. ഉള്ളിലെ ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. ഈ ജീവാത്മാവാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തോടൊപ്പം ജീവാത്മാവും ഈ വാസനകളും കൂടി അങ്ങ് വേർപെടുന്നു. ഇതാണ് പുതിയ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആ സഞ്ചിതത്തിൽ നിന്ന് കുറച്ച് പ്രാരാബ്ദവും കൂടി കയറ്റി വരുന്നത്. ഇതാണിങ്ങനെ. ഒടുവിൽ സഞ്ചിതത്തിൽ പാപകർമ്മങ്ങളൊന്നുമില്ലാതെ വരണം, അപ്പോഴേ മോക്ഷമുണ്ടാകും. അതിൽ നിന്ന് വാസനകൾ അവശേഷിക്കുന്നു. കർമ്മഫലം ബാക്കിയില്ലെങ്കിൽ വാസനകളില്ല എന്നർത്ഥം. ജീവാത്മാവ് മായയാണ്. ആത്മാ, നമ്മുടെ ഉള്ളിലുള്ള സാക്ഷി, പരമാത്മാ, അത് രണ്ടല്ല. അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ബോധമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഘടാകാശവും ചിതാകാശവും പോലെ ഇവിടെ ഒരു കുടം വെച്ചിരിക്കുന്നു. കുടത്തിൽ ആകാശമുണ്ട്, പുറത്തും ആകാശമുണ്ട്. കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഘടാകാശമില്ലാതാകുന്നത് പോലെ കർമ്മവാസനകളൊന്നും അവശേഷിക്കുന്നില്ല എങ്കിൽ ജീവാത്മാവില്ല. അപ്പോൾ അവശേഷിക്കുന്നത് ശരീരവുമില്ല, അവശേഷിക്കുന്നത് ആത്മാ മാത്രം, അതായത് പരമാത്മാ മാത്രമാണ്.